ഹായ് ഹലോ, നമുക്കിന്നൊരു വറ്റക്കറി വെക്കാം. വറ്റ നമ്മൾ തേങ്ങ അരച്ചാണ് വെക്കുന്നത്, പച്ചക്കാണ് വെക്കുന്നത്. ഈ വറ്റയ്ക്ക് നമ്മൾ ഈ മുളകിട്ട് വെക്കുന്നതിനെക്കാട്ടിലും എൻ്റെ അഭിപ്രായത്തിൽ ഈ തേങ്ങ അരച്ച് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ രുചി. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒരു തക്കാളി, കുറച്ച് ചെറിയ ഉള്ളി, കുടംപുളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. തേങ്ങ അരച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങ അത്യാവശ്യമാണ്. അപ്പോൾ അരമുറി തേങ്ങ എടുക്കുക. 1/2 കിലോ വറ്റയാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ അരമുറി തേങ്ങ മതിയാവും. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാകുമ്പം അത്യാവശ്യം കളറും കിട്ടും, വലിയ എരിവും കാണുകയില്ല. അപ്പോൾ അതിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഒരു ചട്ടി എടുക്കുക. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണയൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചതച്ചാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊരു 2 പച്ചമുളകാണ് അമ്മ എടുത്തേക്കുന്നത്. ഒരു ചെറിയൊരു ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത്രയും കാര്യങ്ങളും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇളക്കിയെടുക്കുമ്പം അതിൻ്റെ ആ ഒരു പച്ചമണം മാറും. അപ്പം ആ സമയം കൊണ്ട് നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു വലിയ തക്കാളിയാണ് നമ്മളിതിലെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ അരപ്പുണ്ടല്ലോ, ആ അരപ്പിടുക. അതിൻ്റെ കൂടെ നമ്മളൊരു 2-3 കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ആ ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന വറ്റമീനുണ്ടല്ലോ, ആ മീൻ ഇട്ട് കൊടുക്കുക. അപ്പം ഇതിങ്ങനെ നമ്മൾ മീൻ വറുക്കാൻ എടുക്കുന്ന പോലെ അങ്ങനെയാണ് വരഞ്ഞേക്കുന്നത്. അതാകുമ്പോൾ നല്ല പോലെ ആ മീനിനകത്ത് ആ അരപ്പുകളൊക്കെ അതിലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരഞ്ഞ് വെക്കുന്നത്. പിന്നെ ഇത് തവി ഒന്നിട്ട് ഒത്തിരി ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്, കാരണം അത് പെട്ടെന്ന് പൊടിഞ്ഞു പോയി ഈ വറ്റമീനെ. അപ്പം അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം വെന്ത് കഴിയുമ്പം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള വറ്റക്കറി റെഡിയാകും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.